രാഷ്ട്രീയക്കാർ വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ജനങ്ങൾ, വോട്ടർമാർ രാഷ്ട്രീയക്കാരുമായിട്ട് വില പേശണം. നിങ്ങൾ ഡിമാൻഡുകൾ വെക്കണം വോട്ട് ചെയ്യാൻ. അതായത് ഒന്നാമത്തെ ഡിമാൻഡ്, 55 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും ഒരു 25,000 രൂപ വെച്ച് പെൻഷൻ തരണം. ഓക്കെ. അതുപോലെ തന്നെ നിരവധി ഡിമാൻഡുകളുണ്ട്. ഞാൻ പറയുന്ന ഡിമാൻഡുകൾ മാത്രമല്ല, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ഏത് ഡിമാൻഡും ഈ രാഷ്ട്രീയക്കാരോട് നിങ്ങൾ ബാർഗെയിൻ ചെയ്യണം, വില പേശണം. പിന്നെ നമുക്കെല്ലാം അറിയാം, മലയാളികൾ മുഴുവൻ കടക്കെണിയിലാണ്. ഓക്കെ. ഏകദേശം 90% മലയാളികളും കടക്കെണിയിലാണ്. അപ്പോൾ അവരുടെ കടങ്ങളിൽ ബ്ലേഡുകാരിൽ നിന്ന് എടുത്തേക്കുന്ന കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്തിട്ടുള്ളവരുടെ എല്ലാ കടങ്ങൾ പലിശ ഇല്ലാതെ ബാക്കി മുഴുവൻ തുകയും ജനങ്ങളുടെ കടം തീർക്കാനായിട്ട് ഉപയോഗിക്കണം. ഈ പണം എവിടുന്ന് സ്വരൂപിക്കാൻ പറ്റും? അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ന്യായമായ ആവശ്യമാണ്. അതായത് നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും സഹകരണ ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള കടങ്ങൾ അല്ല, മറിച്ച് ബ്ലേഡുകാരുടെ നിന്ന് എടുത്തിട്ടുള്ള അനൗദ്യോഗികമായിട്ടുള്ള ഈ കടങ്ങൾ, അത് തീർക്കാൻ ഗവൺമെൻറ് സാമ്പത്തിക സഹായം ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവർക്കും, മുതിർന്ന പൗരന്മാരല്ലാത്ത മുഴുവൻ പേർക്കും, 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വിവിധ ബിസിനസ്സുകൾ തുടങ്ങാൻ പലിശരഹിത വായ്പ നൽകണം. ഈ പണം എവിടുന്ന് സ്വരൂപിക്കണം? പറയാം, അജ്ഞാതം പറയാം. നോക്കൂ, ലോകത്തിലെ മൊത്തം രാജ്യങ്ങളും കൂടി പ്രതിരോധ ചെലവിന്, അതായത് പട്ടാള ചെലവിന്, ഡിഫൻസ് എക്സ്പെൻഡിച്ചറിന് ചെലവാക്കുന്നത് 275 ലക്ഷം കോടി രൂപ വീതമാണ്. അത് നമ്മുടേതാണ് ആ പണം. ഇപ്പോൾ ഏകദേശം 2.25 ലക്ഷം കോടി രൂപയാണ് പ്രതിരോധ ചെലവിന് വേണ്ടി ഇന്ത്യ ചിലവാക്കുന്നത്. ഏകദേശം 1.25 ലക്ഷം കോടിയുടെ ആയുധങ്ങൾ മാത്രം വാങ്ങുന്നുണ്ട് ഓരോ വർഷവും. ഇത് കൃത്യം കണക്കല്ല, ഞാൻ ഏകദേശം ഊഹിച്ച് പറഞ്ഞതാണ്. കുറേ നാൾ മുമ്പാണ് ഞാൻ ഇതെല്ലാം നമ്മുടെ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ളത്. എന്തായാലും സംഭവം ഇതാണ്. ഈ പണം ഒരു വർഷം നിങ്ങൾ മാറ്റിവെക്കുക. അതായത് നിങ്ങൾ ചോദിക്കണം ഓരോ രാഷ്ട്രീയ പ്രവർത്തകരുടെ, പാർട്ടി ഏതോ ആയിക്കോട്ടെ, മുന്നണി ഏതോ ആയിക്കോട്ടെ, സ്ഥാനാർത്ഥി ആരോ ആയിക്കോട്ടെ, നമ്മൾ വില പേശണം. എന്നിട്ട് അവരോടൊക്കെ ചോദിക്കണം, 2025 ഇന്ത്യ വാങ്ങിച്ച ആയുധങ്ങൾ എത്ര ശതമാനം ഉപയോഗിച്ചു? 2024 വാങ്ങിച്ച ആയുധത്തിൽ എത്ര ശതമാനം ഉപയോഗിച്ചു ഇന്ത്യ? അതുപോലെ തന്നെ ഓരോ വർഷവും 2023, 22, 21, 20, 19, 20, 18, 17, 16 ഈ വർഷങ്ങളിലൊക്കെ വാങ്ങിച്ച ആയുധങ്ങൾ അതിൽ 10% പോലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെന്തിന് 2026 നിങ്ങൾ ആയുധം വാങ്ങിക്കണം? ഇത്രയും കാലം വാങ്ങിച്ച ആയുധങ്ങൾ പോട്ടെ.
അടുത്ത വർഷം നിങ്ങൾ വാങ്ങിച്ചോ. ഈ വർഷം 2026 ഡിഫൻസ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി മാറ്റിവെക്കുന്ന തുക ജനങ്ങൾക്ക് വിതരണം ചെയ്യണം. ആയുധം വാങ്ങണ്ട. തൽക്കാലം 2026-ലും 25-ലും 24-ലും 23-ലും 22-ലും 21-ലും 20-ലും ഒക്കെ വാങ്ങിച്ച ആയുധങ്ങൾ ഇരിക്കുന്നില്ലേ, അത് വെച്ച് യുദ്ധം ചെയ്താൽ മതി. ഒരു വർഷത്തെ പ്രതിരോധ ചെലവ് നിങ്ങൾ വേണ്ടെന്ന് വെച്ച് ആ പണം ജനങ്ങളുടെ കടം തീർക്കാനായിട്ട്, മൊത്തം കടം വേണ്ട, ജപ്തി നോട്ടീസ് വന്നവരുടെയും ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നും കടമെടുത്ത പണവും ഗവൺമെൻറ് ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് നൽകിയെങ്കിൽ മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് വീട്ടിൽ വോട്ട് ചോദിക്കാൻ വരുന്ന രാഷ്ട്രീയക്കാരോട് ചോദിക്കണം, സ്ഥാനാർത്ഥികളോടും പറയണം. ഇതുപോലെ നിരവധി കാര്യങ്ങൾ നമുക്ക് ഉന്നയിക്കാം. പല കാര്യങ്ങൾ പറഞ്ഞ് രാഷ്ട്രീയക്കാരുമായിട്ട് നമുക്ക് വിലപേശാം. നിരവധി കാര്യങ്ങളുണ്ട്, എല്ലാം കൂടി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ആശയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ്. കടക്കെണിയിൽപ്പെട്ടവരാണ് മുഴുവൻ മലയാളികളും. ഔദ്യോഗിക കണക്കനുസരിച്ച് ഏതാണ്ട് 65% പേരും കടക്കെണിയിലാണ് മലയാളികളിൽ. ഓക്കെ. അതേസമയം ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചവരുടെ കണക്കും കൂടെ കൂട്ടി വരുമ്പോൾ മൊത്തം മലയാളികളിൽ 90% പേരും കടക്കെണിയിലാണ്. അതെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന 90% പേരും കടക്കെണിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം. ഇലക്ഷന് മുമ്പ് നിങ്ങളുടെ കോണ്ടാക്ട്സുകളിലെല്ലാം ഇത് ഷെയർ ചെയ്യണം. കൂടാതെ അജ്ഞാതൻ നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, ജീവിക്കുന്നത്, ശ്വാസം എടുക്കുന്നത്, എൻ്റെ ഹൃദയം ഇടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. കടക്കെണിയിൽപ്പെട്ട് സംഘർഷഭരിതമായ ജീവിതം നയിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയാണ് അജ്ഞാതൻ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ഓരോ ശ്വാസമെടുക്കുന്നതും. എൻ്റെ ഹൃദയമിടിപ്പ് നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് കടക്കെണിയിൽപ്പെട്ട മുഴുവൻ പേരും ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് മാത്രമല്ല, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, കടക്കെണിയിൽപ്പെട്ട ഓരോ മലയാളികൾക്കും വേണ്ടി സംസാരിക്കാൻ അജ്ഞാതൻ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ കടക്കെണിയിൽപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ടോ? പ്രവർത്തിക്കുന്നുണ്ടോ? ഈ വിഷയം ചിന്തിക്കുന്നുണ്ടോ? ചർച്ച ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ചാനൽ, TV ചാനലുകൾ മാത്രമല്ല, യൂട്യൂബ് ചാനലുകളിലും വേറെ ആരും ഇതിനു വേണ്ടി സംസാരിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ നിർബന്ധമായിട്ടും എല്ലാ കോണ്ടാക്റ്റുകളിലും നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ ഹൈപ്പും ചെയ്യുക. ഈ വീഡിയോ പരമാവധി ആൾക്കാരിൽ എത്തിക്കുക. അപ്പോൾ നമ്മൾ അജ്ഞാതൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ ഈ രാഷ്ട്രീയക്കാർ വീട്ടിൽ വരുമ്പോൾ ഈ വിലപേശൽ നടത്തണം. ഞാൻ പറഞ്ഞ 1-2 കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്തും രാഷ്ട്രീയക്കാരോട് വിലപേശി സംസാരിക്കണം. കാരണം ഈ രാഷ്ട്രീയക്കാർ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ നിങ്ങളുടെ വീട്ടിൽ വരുള്ളൂ. ആ അവസരം നമ്മൾ മുതലാക്കണം. ഇനി
വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് കൈ കിട്ടുന്നത് ഇപ്പോഴാണ്. ഈ രാഷ്ട്രീയക്കാർ അവരോട് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാവുന്നതിൻ്റെ പരമാവധി വാങ്ങിക്കുക. അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് ഇങ്ങനൊരു ഒരു നീക്കം, ഇതുപോലൊരു പ്രസ്ഥാനം ഉണ്ടെന്ന് ഇങ്ങനെയും ജനങ്ങൾ ചിന്തിച്ച് തുടങ്ങി എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കണം. ഓക്കെ, തൽക്കാലം ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്താശയവും നിങ്ങൾ രാഷ്ട്രീയക്കാരോട് ചോദിക്കുക. ജനങ്ങൾ ഇങ്ങനെയും ചിന്തിച്ചു തുടങ്ങി എന്ന് അവരെ അറിയിക്കുക. തൽക്കാലം നിർത്തുന്നു.